പാട്ടിലുണ്ടല്ലോ, ദൈവസ്നേഹമുള്ള മക്കളാണ് പാടുകയാണെങ്കിൽ കടൽ ഇരമ്പം പോലെ ഇരിക്കും. ഇവിടെ ജീവനോടെ ഈശോ എഴുന്നള്ളിയിരിക്കുമ്പോൾ അമ്മയും ഈശോയും അമ്മയും പിതാവായ ദൈവവും എല്ലാവരും സാന്നിധ്യം നൽകുമ്പോൾ, 10,000കണക്കിന് മലാഖമാർ നിൽക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മളുടെ സ്തുതിപ്പെല്ലാം ഒരു കടലിരമ്പം പോലെ ആയിരിക്കണം. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു വിഷയമുണ്ട്. എന്താണ്? ഈശോൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഇഷ്ടപ്പെടുക. ക്ലിയർ അല്ലേ? അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഞാനിതിൻ്റെ ഒരു പൂട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി എത്രയോ പൂട്ട് കിടക്കണം. ആദ്യം ഈശോയുമായിട്ട് നിങ്ങൾ ഒരു അഭിമുഖത്തിന് സമയം കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല, ഇതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ്. എന്താണ് അത് ആദ്യമേ എൻ്റെ മക്കൾ തീരുമാനിക്കണം. അതാദ്യമേ. അതായത് ഞാൻ എൻ്റെ ജന്മം ഇവിടെ തീരണത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് കൊതിക്കുന്നു. ഒന്ന് പറഞ്ഞേ, എൻ്റെ ജന്മം ഇവിടെ തീരുവോളോ സുവിശേഷം പറയുന്ന പോലെ നിന്റെ കൂടെ ആയിരിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ കൊതിക്കുന്നു. നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ അന്തരാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. നമ്മൾ അങ്ങനെ തന്നോടുകൂടി ആയിരിക്കാൻ, പിന്നെ എന്താ, ചുമ്മാ ആയിരുന്നാൽ മതിയാ? ആയിരുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. പണ്ടത് മറിയം ആയിരുന്ന പോലെ ഇരിക്കും. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയും. പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയ്യടിയെല്ലാം ഓട്ടാക്കാൻ പറ്റിയില്ല. മറിയം പുനരുത്ഥാനം പ്രഘോഷിക്കുന്നതിൽ മറിയം പരാജയപ്പെട്ടു. മറിയം ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ? മേസൻ്റെ വീട്ടിൽ വെച്ച് മാർത്ത അവളെ സഹായിക്കാൻ വേണ്ടി മറിയത്തെ നിർബന്ധിക്കാൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദാറ്റ്സ് ഓക്കെ. നമുക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കാം. നമ്മളത്തേക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതും ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറുതെ വചനം, ചില ആൾക്കാർ വചനം 3 പ്രാവശ്യം എഴുതും, 4 പ്രാവശ്യം എഴുതും, ചിലർ വചനം മുഴുവൻ കാണാതെ പഠിക്കും. ഇതൊക്കെ എല്ലാം ചെയ്യാം. ഇതൊക്കെ ഒരു നല്ല ഭാഗം തന്നെയാണ്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണം. അടുത്ത കാര്യമുണ്ട്. അടുത്ത കാര്യം വായിച്ചേ, 3:14-15 വായിച്ചേ. മർക്കോസ് 3:14-15 വായിച്ചോളൂ. ശ്രുതിക്കട്ടെ. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രശ്നം അതാണ്. കർത്താവിനെ കൈമാറാൻ അയക്കാനാണ് അടുത്തിരിക്കണത്. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പൊട്ടും കടലും കഴിക്കാനല്ല. കൈമാറാൻ പോകേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. അല്ല യേശുവസ്തോത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നും പറഞ്ഞിട്ടൊരു കഥയില്ല. ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. സുവിശേഷം സത്യത്തിൻ്റെ സുവിശേഷമല്ലേ? അപ്പം അഭ്യാസമൊന്നും നടക്കത്തില്ല. കൈ നനയാതെ ഒന്നും മീൻ പിടിക്കാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞത്? സുവിശേഷം പറഞ്ഞ് എന്തിനാ അയക്കണം എന്ന് നോക്കിയേ. പ്രസംഗിക്കാൻ അയക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം കൈമാറണം. അതിനാണ്. അങ്ങനെ കൈമാറാൻ അയക്കുന്നതിന് പിന്നെ എന്തിനാണ്? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ നിന്ന് മാറണം. കൈമാറാൻ അയച്ചാൽ പോരാ. തിന്മയുടെ ശക്തികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, സമൂഹത്തിൽ രൂപപ്പെട്ട് വരും. അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലെന്നൊരു കാര്യമില്ല. ഇറ്റ് ഈസ് നമ്മുടെ സബ്ജക്റ്റാണ്. തിന്മകളുടെ സബ്ജക്റ്റ്. ചിലപ്പോൾ ജനാധിപത്യം ചില സമയത്ത് പ്രതിക്കൂട്ടിലാകും. ജനാധിപത്യം ഒന്ന് വീമ്പിളക്കി ഭരണത്തിൽ കയറുന്നവർ പോലും ചിലപ്പോൾ ജനാധിപത്യത്തിനെതിരെ വരും. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ പ്രബലപ്പെടും. അങ്ങനെ വരുമ്പോൾ നന്മയുടെ സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. സത്യത്തിൻ്റെ കൂടെ നിർഭയം ആരും നിൽക്കുന്നുവോ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് സുവിശേഷത്തിൻ്റെ വേലയുടെ ഭാഗമാണ്. നമുക്കെന്താ നിർഭയം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്തു ജീവിതം എന്നൊക്കെ പറയണത് ഏതെങ്കിലും മൂലയ്ക്കൊന്ന് കുറച്ച് പ്രാർത്ഥിച്ച്
കുറച്ച് ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് മരിച്ചുപോൾ എന്ത് സംഭവമാണെന്ന് ധരിച്ചിരിക്കുകയാണ്. ദിറ്റ് ഈസ് നോൺ സെൻസ്. നമ്മൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോഴാണ് സമൂഹത്തിൽ തിന്മ കുറഞ്ഞു വരണത്. അപ്പോൾ സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോൾ, നീതിയുടെ ചേരി നിൽക്കുമ്പോൾ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടും, സത്യം അടയാളപ്പെടുത്തപ്പെടും. ഇപ്പം നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അടയാളപ്പെടുത്തപ്പെടാതിരിക്കുമ്പോൾ തിന്മ ചിലപ്പോൾ നന്മയുടെ ആനുകൂല്യം കൈപ്പരിച്ചുകൊണ്ട് അതൊരു വാല്യൂ സിസ്റ്റമായി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സമൂഹം മുഴുവനും അന്ധകാരത്തിലേക്ക് പോകും. ദൈവരാജ്യം അവിടെ വെച്ച് നഷ്ടപ്പെടും. നമ്മൾ പറയുന്ന പല ദൈവരാജ്യവും ഒരു IELTS പാസ്സാകുന്നതിലൂടെ, കാനഡയിൽ പോകുന്നതിലൂടെ തീരുകയാണ് മനുഷ്യൻ്റെ. ഇതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് മരമറിഞ്ഞ് കൊടിയിടണം. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം. എന്നുവെച്ചാൽ കർത്താവിനെ കൈമാറാൻ തയ്യാറാകണം. നമ്മൾ കർത്താവിനെ കൈമാറാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവവേദന നിന്നെ ദൈവം സ്വന്തമാക്കും. ഇപ്പം നിന്നെ എന്തെങ്കിലും കൊണ്ട് ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. നിന്നെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് ഒന്നും കിട്ടാനില്ല. പിന്നെ വൈഷ്ണു ദൈവം നിങ്ങളെ എന്തുകൊണ്ട് ബേറെ ചെയ്യണം? എന്നെ നിന്നെ ബേറെ ചെയ്യണം എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ നിന്നെ ലോകത്തിന് കൈമാറാൻ, നിന്റെ മൂല്യങ്ങൾ ലോകത്തിന് കൈമാറാൻ, ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ കാണിച്ചു തന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ, സുവിശേഷത്തിന്റെ മൂല്യം കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, സുവിശേഷത്തിന്റെ സാക്ഷികളാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സത്യം പറയട്ടെ. അതായത് ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും സമയ ചുരുക്കത്തിൻ്റെ പദ്ധതി ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ, അയാളുടെ പേരെന്താണ്, ആൻ്റണി ആൽഫിൻ്റെ ഒരു സാക്ഷ്യം കേട്ട്, പുള്ളി വിസ അടിക്കണ സമയമായപ്പോഴാണ് പുള്ളിയുടെ പാസ്പോർട്ട് റിജക്റ്റായി. എന്താ കാര്യം? പാസ്പോർട്ടിൽ ആൻ്റണി എന്ന് അടിച്ചിരിക്കുകയാണ്. ആൽഫിനാണ് ആൾ, ആൻ്റണി. അപ്പോൾ വിസ അടിക്കാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങാപ്പോൾ ഒരു 5 ദിവസമേ ഉള്ളൂ. തെറ്റായ പാസ്പോർട്ടിൽ എങ്ങനെയാണ് ഇനി റീജിയണൽ പാസ്പോർട്ടിൽ പോയി വരണം. റീജിയണൽ പാസ്പോർട്ടിൽ പോയി അത് ആൻ്റണി ആൽഫിനെന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ വരണം. ലോക്കൽ പോസ്റ്റ് ഓഫീസിന് സീല് വേണം. ഇതൊന്നും 5 ദിവസം കൊണ്ട് നടക്കത്തില്ല. പക്ഷേ ഇവന് ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് റീജിയണൽ ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ഇത് റെക്ടിഫൈ ചെയ്യുകയും, കാര്യം അത് അപ്പോൾ അവർ പറയും 14 ദിവസം വേണമെന്ന്. അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസം. പാസ്പോർട്ട് തിരുത്തി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസമാണ്. 14 വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് 14 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ സ്വാഭാവികമായി എല്ലാം അങ്ങനെ, അതിൻ്റെ നിയമം അതാണ്, അതിൻ്റെ പ്രോസസ് ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൻ്റണി ആൻ്റണി ആക്കുന്നതിന് 14 ദിവസം വേണം. പക്ഷേ ഇവൻ ഈ ഉടമ്പടി ആശീർവാദം തിരുമി മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് സഞ്ചാരി മാതാവ് ഇവൻ്റെ കൂടെ പോയിട്ട് അവസാനം റീജിയണൽ ഓഫീസിൽ കറക്റ്റ് ഒരു 3 ദിവസം കൊണ്ട് സെറ്റാവും. 3 ദിവസം സെറ്റാകുമ്പോൾ ഇത് ഇനി സെൻഡ് ചെയ്യണം. അവർ കൈ തന്നി വിടത്തില്ല. അവർ ലോക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോഴിതിനിടയ്ക്ക് ശനി ഞായറും വന്ന് പണി പണിച്ചില്ലേ, വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ശനി ഞായറുമാണ് 5 ദിവസം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ചയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പോകും. അപ്പോൾ ഒരു മനുഷ്യൻ ചക്രശ്വാസം വരിക്കണ അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ എന്നാ ചെയ്യിക്കണം? അവൻ അപ്പോഴും അമ്മയെ തന്നെ മുറുകെ പിടിക്കും. അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ, സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ. അപ്പോൾ അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഇവൻ ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യണം? അവരുടെ അടുത്ത് വരണ്ടേ ഇത്? അവിടെ നിന്ന് സീലടിച്ച് ലോക്കൽ പോസ്റ്റ് ഓഫീസ് വന്നാലല്ലേ ഇവർക്ക് സീലടിച്ചിട്ട് രജിസ്റ്റർ ചേർത്തിട്ട് ഇവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ഒരു മാഡം തയ്യാറാവും. ഒരു മനസ്സിന് അവിടെ മനസ്സിനെ മാതാവ് ഉണർത്തും. എന്നിട്ട് മാഡം പറയും, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും. ഉടനെ അവരവിടുത്തെ സീലിൻ രജിസ്റ്റർ എടുത്തുകൊണ്ട് റീജിയണൽ പോസ്റ്റ് ഓഫീസർ ഇവൻ്റെ കൂടെ ചെല്ലും. എന്നിട്ട് നേരിട്ട് റീജിയണൽ ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വെച്ചിട്ട്
അവൾ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഈ 14 ദിവസമാണ് ചുരുങ്ങി വെറും 3 ദിവസമാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഇത് 14 ദിവസമാണ് ചുരുങ്ങി 3 ദിവസമായിരിക്കുന്നത്. ഈ സമയ ചുരുക്കം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, അതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിലൊരു ഗുണമാണ് ഈ സമയ ചുരുക്കം. പക്ഷേ എൻ്റെ മക്കൾ അറിയേണ്ടത് സമയ ചുരുക്കത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? എപ്പോഴാണ് സമയം ചുരുങ്ങണത്? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുക. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുന്നത് പാടാ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നണത്, മർക്കോസിൻ്റെ 13:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. മർക്കോസ് 13:20. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. അടുത്ത വായിച്ചേ. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാണ് സത്യാവസ്ഥ. ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരന്ത ദിനങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ ആ ദിവസങ്ങൾ 13:20 ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ച് പറയുക. അപ്പോൾ ആ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ചാണ് മാർക്കോസിൻ്റെ സുവിശേഷം 13:20 പറയണത്. ഈ ദുഃഖങ്ങളുടെ ദിവസം, ക്ലേശങ്ങളുടെ ദിവസം, ആധികളുടെ ദിവസം, ഉത്കണ്ഠയുടെ ദിവസം, പരവേശത്തിൻ്റെ ദിവസം ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇപ്പോൾ ഇവൻ്റെ പാസ്പോർട്ടിൻ്റെ വിഷയം കണ്ടില്ലേ? അവൻ ഞെട്ടിപ്പോയില്ലേ പെട്ടെന്ന്? ആൽഫിൻ ആൻ്റണി എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ചങ്ക് പറഞ്ഞു പോയി. അത് ക്ലേശങ്ങളുടെ ദിവസങ്ങളാണ്. ഈ ക്ലേശങ്ങളുടെ ദിവസങ്ങൾ എന്ത് പറ്റും? അത് ദൈവം ചുരുക്കി തരും, കുറച്ച് തരും. 14 ദിവസം ടെൻഷൻ അടിക്കേണ്ടത് 3 ദിവസമാക്കി കൊടുക്കണം. പക്ഷേ എങ്ങനെയാണ് അത് കൊടുക്കണത്? അത് 14:21 ഉണ്ട്, അത് 13:21. മർക്കോസ് 13:21 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 13:21. ഇതാ ക്രിസ്തു ഇവിടെ. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അത് വായിച്ചോളൂ. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ ആർക്ക് വേണ്ടിയാണ് കർത്താവ് ദിവസം ചുരുക്കാൻ, ടൈം ഷോർട്ട് ചെയ്യണ? ആർക്ക് വേണ്ടിയാണ്? അതാണ് പ്രശ്നം. അത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി മാറണം. അതായത് വിളിക്കുക മാത്രം പോരാ, മറിച്ച് എന്താണ്? ഇപ്പം നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, ജന്മം കൊണ്ട് ക്രിസ്ത്യാനി ആയവരുണ്ടാകാം, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരുണ്ടാകാം. അതെല്ലാം വിളിയാണ്. വിളി വേറെ, തിരഞ്ഞെടുപ്പ് വേറെ. 1:10 1:10 വായിച്ച്. വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, രണ്ട് കേസാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. വായിച്ചോളൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്, വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു, അപ്പോൾ ക്രിസ്ത്യാനിയായി ജീവിച്ചു, അതൊരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ജ്ഞാനസ്ഥാനപ്പെടുത്തിയപ്പോൾ തന്നെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അവിടെ കെയർ ഓഫിലല്ലേ ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരിക്കണത്. എന്നിട്ട് നമ്മൾ മുതിർന്നപ്പോഴേ ഈ വിശ്വാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ചപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അത് വിളിക്കപ്പെടും. ജ്ഞാനസ്ഥാനം ഒരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് നീതീകരിക്കേണ്ടി വരും.
ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ ചിലർ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. അവർ തിരഞ്ഞെടുപ്പ് ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പം നമ്മൾ പ്രമാണം ചെയ്യാം, വസ്തു പ്രമാണം ചെയ്യാം, പണം കൈമാറാം. പക്ഷേ പൊക്കൂര ചെയ്യണ വേറെ വിഷയമാണ്. പൊക്കൂര ചെയ്യണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ചിട്ട് നമ്മുടെ പേരിൽ തണ്ടപ്പേര് പിടിച്ചിട്ട് നമ്മൾ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കണം. അപ്പോഴാണ് ഗവൺമെൻറ്, അപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അവിടെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കേവലം ജ്ഞാനസ്ഥാനപ്പെട്ട സന്തതികളായി നമ്മൾ ജനിച്ച് മരിച്ചു പോകും. പ്രമാണമുണ്ട്, പക്ഷേ ഇത് നമുക്കറിയാവില്ല, ഇത് വെച്ച് ഒരു പൊടികോരി തിന്നാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. കാര്യം എന്താണ്? എല്ലാവരും നടക്കുന്നത് പട്ടയം ആണ്, പക്ഷേ അത് നമുക്ക് ടാക്സ് അടക്കാൻ പറ്റിയ രീതിയിൽ പറ്റുചീട്ടുണ്ടാക്കിയെടുക്കണം. പറ്റുചീട്ട് ഇപ്പം ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ പത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ പോയി കാണുന്നു, അല്ലെങ്കിൽ പാവത്തങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നു. അതെല്ലാമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് പറയണത്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന വിധമുണ്ട്. ചെയ്യുന്ന വിധം തെറ്റിപ്പോയാൽ ചെയ്യുന്ന സ്പിരിറ്റുണ്ട്. എന്താണ് അത് പറയുന്നുണ്ട് വചനത്തിൽ? എന്താണ് നിങ്ങളുടെ വിളി? ഒന്ന് വായിച്ച്. നിങ്ങളുടെ വിളിയും ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. അപ്പൊ കൂടുതൽ ഉത്സാഹം എന്നാ പറഞ്ഞിരിക്കണത്. അതായത് ഇതിൻ്റെ വിഷയം എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാം, പക്ഷേ അത് എൻ്റെ സ്പിരിറ്റുണ്ട്. എന്താണ്? കൂടുതൽ ഉത്സാഹത്തോടെ. അല്ലാതെ മരിച്ചവരുടെ വീട്ടിൽ ചത്തവരിയ്ക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനെ കൊടുത്ത് ഒപ്പിക്കത്തില്ല, അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇതിപ്പോൾ എല്ലാം ഓരോ വചനം അങ്ങനെയാണ്. ഓർഡർ തമ്മാവ ആളറിയാവുന്നതാണ്. അത് നിങ്ങളിങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി ആക്കാനും വേണ്ടി ഒക്കാനിച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവം നോക്കണത് നിങ്ങളുടെ ഹൃദയമാണ് നോക്കണത്. നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടോ അതാണ് നോക്കണത്. ദൈവസ്നേഹത്തോടെയാണ് ഇത് ചെയ്യണത്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ ചെയ്യണത്. ഈ ദൈവസ്നേഹത്തോടെയുള്ള സ്നേഹം തന്നെ അത് ജോലിയോടുള്ള സ്നേഹമാണോ, അത് നിങ്ങളുടെ പ്രൊഫഷനുള്ള സ്നേഹമാണോ, അത് നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹമാണോ, അതെല്ലാം കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത് നീണ്ടു നിൽക്കണ ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഒരു ടൈം ബൗണ്ട് ആകരുത്, അത് നീണ്ടു നിൽക്കണമെന്ന് പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഇന്ന് അങ്ങയോട് ഞാൻ കാണിക്കുന്ന തീഷ്ണത എന്റെ ആജീവനാന്തം കാണിക്കുവാനും അത് ദൈവസ്നേഹത്തോടെയും അങ്ങയോടുള്ള ആത്മബന്ധത്തിലും ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.